ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻവെൻട്രിയിൽ വേസ്റ്റേജ് അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഈ വേസ്റ്റേജ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് അത് വരുന്നത്. കാരണം നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം ഏതെങ്കിലും കാരണവശാൽ നമ്മളത് ഡാമേജ് ആവുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മളതിനെ റൈറ്റ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളതിനെ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ഒഴിവാക്കും. അപ്പോൾ അത് ഒഴിവാക്കുമ്പോൾ ശരിക്കും നമുക്കതൊരു എക്സ്പെൻസാണ്. കാരണം നമ്മൾ ഓൾറെഡി നമ്മളത് പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിച്ചതായതുകൊണ്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഇൻവെൻട്രി വാല്യൂവിൽ അത് കുറയുവാണ്. അപ്പോൾ അത് നമ്മുടെ നഷ്ടമായിട്ട് വരും. അപ്പോൾ നമ്മളതിന് എൻട്രി പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വേസ്റ്റേജ് അലോക്കേഷന് വേണ്ടിയിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഫിനാൻഷ്യലിൽ പോവുക, ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റേജ് അലോക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ ആ ഒരു പേജിൽ നമുക്ക് ചെയ്യാം. ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ വരും. ലെഡ്ജർ നെയിം, വേസ്റ്റേജ് അലോക്കേഷൻ, ട്രയൽ ബാലൻസ് ഗ്രൂപ്പ്, എക്സ്പെൻസസ്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രൂപ്പ് ഇതിനകത്ത് ശരിക്കും നമുക്ക് എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടാലും മതി. ഓക്കെ, എന്നിട്ട് നമ്മളത് സേവ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് വരത്തില്ല, നണ്ണായിരിക്കും. നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി സെറ്റിങ്സിൽ നമ്മൾ ആ അലൊക്കേഷൻ ലെഡ്ജർ നമ്മളിവിടെ കാണിച്ചു കൊടുക്കാം. നമ്മളിവിടെ അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വേസ്റ്റേജ് അലൊക്കേഷൻ അക്കൗണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു അക്കൗണ്ട് നമ്മളിവിടെ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മളിവിടെ സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അലൊക്കേഷൻ ലെഡ്ജർ ക്രിയേറ്റ് ആയി സ്റ്റാറ്റ്യൂട്ടറിയിൽ അത് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എൻട്രി പാസ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻവെൻട്രി പോവുക, സ്റ്റോക്ക് ട്രാൻസാക്ഷൻസ്, ഇതിനകത്ത് വേസ്റ്റേജ് അലൊക്കേഷൻ. നമ്മൾ ബൈ ഡിഫാൾട്ട് ID നമ്പർ വരും. ഇവിടെ നമ്മൾ ആരാണ് ഈ അലൊക്കേഷൻ ചെയ്യുന്നതെന്നുള്ള ആളുടെ പേര് കൊടുക്കുക. നമുക്ക് റിമാർക്സിൽ നമ്മൾ എന്തിനാണ് നമ്മളിത് ഈ വേസ്റ്റേജ് അലൊക്കേഷൻ പാസ് ചെയ്യുന്നതെന്നുള്ളത് കൊടുക്കുക. ഐറ്റംസ് not be used due to expiry. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത് ഐറ്റമാണോ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് ആ ഐറ്റം സെലക്ട് ചെയ്യുക. ഏത് സ്റ്റോറിൽ നിന്നാണോ കളയേണ്ടത് ആ സ്റ്റോർ സെലക്ട് ചെയ്യുക. എത്ര ക്വാണ്ടിറ്റി ആണോ ആ ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കുക. ബൈ ഡിഫോൾട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വാല്യൂ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇത് നമ്മൾ സെല്ലിങ് അല്ലല്ലോ, നമ്മൾ വേസ്റ്റേജ് കളയുമല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ കോസ്റ്റ് തന്നെയായിരിക്കും നമ്മളത് വേസ്റ്റേജ് ആയിട്ട് കളയുന്നത്. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 175 ആണ്. നമ്മളോട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ സേവായി. നമ്മളോട് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. നമുക്ക് പ്രിൻ്റ് എടുത്ത് നോക്കണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുത്തിട്ട് നമുക്കിവിടെ എൻറ്റേർഡ് ബൈ, അപ്രൂവ്ഡ് ബൈ, ഓക്കെ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു. ഇനി നമ്മളിതിൻ്റെ അക്കൗണ്ടിങ് എൻട്രി, ഇവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണണം. നമുക്ക് ഇവിടെ വേസ്റ്റേജ് അലൊക്കേഷൻ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡേറ്റിനിടയ്ക്കുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. എന്തൊക്കെ സാധനങ്ങളാണ് വേസ്റ്റേജ് ചെയ്തതെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് എൻട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ വേസ്റ്റേജ് അലൊക്കേഷൻ എൻട്രി പാസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് അക്കൗണ്ടിങ് എൻട്രി ക്രിയേറ്റ് ആവും. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും വേസ്റ്റേജ് അലൊക്കേഷൻ. വേസ്റ്റേജ് അലൊക്കേഷൻ അതിൻ്റെ ലെഡ്ജർ പോകുന്നത് വേസ്റ്റേജ് അലൊക്കേഷൻ എന്ന് പറഞ്ഞ ലെഡ്ജറിലേക്ക് ഡെബിറ്റ് ബാലൻസ് പോവും, അതായത് എക്സ്പെൻസ് ആയിട്ട് പോവും. ഇൻവെൻട്രി പർച്ചേസിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് പോകും. അതായത് നമ്മുടെ ഇൻവെൻട്രിയിൽ അതിൻ്റെ വാല്യൂ കുറയും. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവെൻട്രിയിലേക്ക് ഡെബിറ്റ് ആയിരിക്കും വരുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഓക്കെ, ആ പ്രൊഡക്റ്റിനെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേസ്റ്റേജ് ആയിട്ട് നമ്മൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഇൻവെൻട്രി അക്കൗണ്ടിൽ നിന്ന് അതിനെ മൈനസ് ചെയ്ത് കളയും. അപ്പോൾ നമ്മുടെ ഇൻവെൻട്രിയുടെ വാല്യൂ കുറയും. ആ കുറയുന്ന വാല്യൂ നമ്മുടെ എക്സ്പെൻസിലേക്ക് കയറി വരും. ഇതാണ് ഇതിൻ്റെ വേസ്റ്റേജ് അലൊക്കേഷൻ്റെ എൻട്രി വരുന്നത്.